മോഷൻ ഇൻ എ പ്ലെയിനിലെ എക്സാമ്പിൾ 3.3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എ മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവാർഡ്സ് നോർത്ത് അറ്റ് 25 km/h ആൻഡ് ദ വാട്ടർ കറന്റ് ഇൻ ദാറ്റ് റീജിയൻ ഈസ് 10 km/h ഇൻ ദ ഡയറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഫൈൻഡ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദ ബോട്ട്. അതായത് റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു വെക്ടർ ക്വസ്റ്റ്യൻ ആണ്. വെക്ടറിൻ്റെ റിസൾട്ടന്റ് വാല്യൂ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ക്വയർ റൂട്ട് ആയിരിക്കും കിട്ടാം. ഈ സ്ക്വയർ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടതായിരിക്കും ചെയ്യാം. അതായത് കാൽക്കുലേഷൻ നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ എക്സാമ്പിൾ 3.1 ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമ്മളെ സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചൊരു ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രിക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കണ്ടെത്താനുള്ള രീതി പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലോങ് ഡിവിഷൻ മെത്തേഡ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ പറഞ്ഞുതരാം. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് ചെയ്ത് പോകാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ, അതായത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്ട് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ലെവലൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേഷനും കൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അവർക്ക് ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ബോർഡ് എക്സാം പഠിക്കുന്നവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കാം. അതായത് ഒരു മോട്ടോർ ബോട്ട് 25 km/h നോർത്തിലോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് വാട്ടർ കറൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, വാട്ടർ ചലിക്കുന്നത് 10 km/h ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ഓഫ് സൗത്ത്, അതായത് സൗത്ത് നിന്ന് ഈസ്റ്റിലോട്ട് 60 ഡിഗ്രിയിലോട്ട് വാട്ടർ കറൻറ്റ് പോകുന്നുണ്ട്. ഫൈൻഡ് ദ റിസൾട്ട് വെലോസിറ്റി ഓഫ് ദ ബോട്ട്. അതായത് റിസൾട്ട് വെലോസിറ്റി കണ്ടെത്തുക. സോ ഡയറക്ഷൻ അറിയില്ല എല്ലാവർക്കും. അതായത് ഇതാണ് ഡയറക്ഷൻ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇത് ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചു വെക്കുക. അപ്പോൾ നോർത്തിലോട്ട് ഒരു വാട്ടർ ബോട്ട് പോകുന്നുണ്ട്. ഓക്കെ, വാട്ടർ ബോട്ട് VB കൊടുത്തു, അതിൻ്റെ വെലോസിറ്റി. ഈ VB എന്ന് പറയുന്നത് എത്രടാ, 25 km/h. ആൻഡ് വാട്ടർ കറൻറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ VC നമുക്ക് ചെയ്യുമ്പോൾ വാട്ടർ കറൻറ്റിൻ്റെ വെലോസിറ്റി വെക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കണം, 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്താണ്. അതായത് സൗത്ത് നിന്ന് ഈസ്റ്റിലോട്ട് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. സോ ഇവിടെ ഞാനിങ്ങനെ ഒരു വാല്യൂ കൊടുത്താൽ ഇതാണ് 60 ഡിഗ്രി. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇവിടെ കൊടുക്കരുതല്ലോ, ഇവിടെ 60 ഡിഗ്രിക്ക് കൊടുക്കരുത്. കാരണം എന്താ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത് എന്നാണ്. അതായത് ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈസ്റ്റ് ഓഫ് സൗത്തിൻ്റെ ഈസ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് നിന്ന് ഈസ്റ്റിലോട്ട്. അപ്പോൾ ഇതാണ് സൗത്ത് നിന്ന് ഈസ്റ്റിലോട്ട്. അപ്പോൾ ഇതാണ് 60 ഡിഗ്രി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ ഈ വാല്യൂ നമുക്ക് ബ്ലാക്കിൽ കൊടുക്കാം. ഓക്കെ, 60 ഡിഗ്രി. ഇനി നമുക്ക് ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. അതായത് രണ്ട് വെക്ടറിൻ്റെ ഡിഗ്രിയാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ തീറ്റ നമുക്ക് കണ്ടെത്തണം. കാരണം റിസൾട്ടൻറ്റ് വെക്ടറെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, A² + B² + 2AB cos θ എന്നാണ്. അപ്പോൾ cos θ എന്ന് പറയുമ്പോൾ തീറ്റൻ്റെ വാല്യൂ പറയുന്നത്. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം. തീറ്റൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക, നമുക്കറിയാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈന് -60 ഡിഗ്രി, അതായത് ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് ഇത് മൊത്തമായിട്ട് 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രി മൈനസ് ഈ 60 ഡിഗ്രി ചെയ്താൽ എന്ത് ചെയ്യും, ഈ തീറ്റ കിട്ടും. അപ്പോൾ 180 - 60 എന്ന് പറയുന്നതാണ് ഈ തീറ്റ. അതായത് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ VC എഴുതിയിട്ടില്ലല്ലേ. സോ ഇത് നമുക്ക് റെഡ് തന്നെ എഴുതാം. ഓക്കെ, VC എന്ന് പറയുന്നത് 10 km/h. ഓക്കെ, അപ്പോൾ ഇനി തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, ഞാൻ പറഞ്ഞു 180 - 60 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വാല്യൂ ഒക്കെ കിട്ടിയല്ലോ. റിസൾട്ട് വെലോസിറ്റി കണ്ടെത്താനുള്ള ആവശ്യമുള്ള എല്ലാ വാല്യൂസും കിട്ടി. നമുക്ക് 6 എന്നിട്ടാ A² + B² + 2AB cos θ ആണ്. അപ്പോൾ ഇവിടെ VB² + VC² + 2 × VB × VC × cos θ. ഓക്കെ, സോ ഇത് എത്രയാണ്, VB² എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ പ്ലസ് VC² എന്ന് പറയുമ്പോൾ 10ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 25 × VC എന്ന് പറയുമ്പോൾ 10 × cos θ എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 സ്ക്വയർ വരെയുള്ള പഠിച്ചു വെക്കാം. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 25 × 25 ചെയ്താലും കിട്ടുന്നുണ്ടോ. ഓക്കെ, 625 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 625 പ്ലസ് 10ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയില്ല, 10 × 10 പറയുമ്പോൾ 100 പ്ലസ് 2 × 25 എന്ന് പറയുമ്പോൾ 50, 50 × 10 എന്ന് പറയുമ്പോൾ 500. അതിൻ്റെ കോസ് ഇവിടെ ഞാൻ തീറ്റ തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് കോസ് 120 എന്നാണ്. അപ്പോൾ കോസ് 120 എന്ന് പറയുമ്പോൾ കോസ് 120 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. മറക്കരുത്, കോസിൻ്റെ ഒരു 180 വരെയുള്ള വാല്യൂസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ -1/2, ഈ 1/2നെ 500 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, ഇത് 250 ആവും. സോ ഇവിടെ എത്ര വരിക, 625 + 100 എന്ന് പറയുന്നത് എത്രയാണ്, 725 പ്ലസ് അല്ല കാരണം ഇൻറ്റു -1/2 ആണ്. അപ്പോൾ -250. അപ്പോൾ എത്ര വരിക, 725 -
250. 5 0 പോയാൽ 5 തന്നെ, 2 5 പോകില്ല. അപ്പോൾ 12 5 പോയാൽ 7, പിന്നെ അവിടെ ബാലൻസ് ഉള്ളത് 6, 6 2 പോയാൽ 4. സോ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? 475 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ റിസൾട്ടൻ വെലോസിറ്റിയുടെ വെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇത് കണ്ടെത്തണ്ടേ? ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉള്ളവർ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ അടിക്കുക, ആൻസറോടെ എഴുതുക, കിട്ടി. സോ അല്ലാത്തവർക്കാണ്, അതായത് കണ്ടെത്താനുള്ളവർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് കണ്ടെത്താനുള്ളത് R എന്ന് പറയുന്നത് 475 ആണ്. ഓക്കെ, ഇതിന് നമുക്ക് 475ൻ്റെ അടുത്തുള്ളൊരു പെർഫെക്റ്റ് സ്ക്വയർ നോക്കാം. എത്രയാണ്? നമുക്കറിയാം 20ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. 21ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 441 ആണ്. 22 പിന്നെ അതിൻ്റെ അപ്പുറം പോകുന്നുണ്ട്. സോ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 441 പ്ലസ് 441, അതായത് 475 441 മൈനസ് ചെയ്ത് എത്രയാണ് കിട്ടുക? കിട്ടുന്നത് 34 എന്നാണ്. സോ ഇത് എത്ര വരിക? 441ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നത് 21 പ്ലസ് ഈ 34 ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു 2, അല്ലെങ്കിൽ ഇത് പ്ലസ് 21. എന്നിട്ട് അതിനെ ഇവിടെ ഈ 34 താഴ്ത്തത്. അപ്പോൾ 21 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 42. ഓക്കെ, അപ്പോൾ 21 പ്ലസ് 34 നമുക്ക് ചെയ്തുതരാം. 34 എത്ര? 42 പോവില്ല. അപ്പോൾ 0 ഇവിടെ ഒരു ഇത് കിട്ടും, 340 ആക്കി. 42 എന്ന് പറയുമ്പോൾ ഏകദേശം 420 10. അപ്പോൾ അടുത്തൊരു 8 വെച്ച് നമുക്ക് അത് ചെയ്ത് നോക്കാം. 42 ഇൻറ്റു 8, 2 8 16. പിന്നെ ഉള്ളത് 4 8 എന്ന് പറയുമ്പോൾ 4 8 32, 33. അപ്പോൾ 336 തന്നെ ആയി. സോ അപ്പോൾ 0.8. അപ്പോൾ 21.0.8 ഈസ് ഈക്വൽ ടു 21.8 എന്ന് വരും. ഇതാണ് നിങ്ങളെ റിസൾട്ടൻ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 21.8 km/h എന്നാണ്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് 22 km/h എന്നാണ്. ഇതും കറക്റ്റാണ്. കാരണം നമുക്കറിയാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായില്ല. ഈ 21ൻ്റെ അപ്പുറത്ത്, അതായത് 5ൻ്റെ കൂടുതൽ വാല്യൂ ആണെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് കൊടുക്കാൻ വേണ്ടി 22 ഒക്കെ കൊടുക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ലോങ് ഡിവിഷൻ മെത്തേഡുകൾ പറഞ്ഞുതരാം. ഇനി ഈ ട്രിക്കൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്കാണ്. ലോങ് ഡിവിഷൻ മെത്തേഡൊക്കെ പഠിച്ച് വെച്ചവർക്ക് പറയും, സാറേ ഇതൊക്കെ എത്രയും കഴിഞ്ഞിട്ട് പഠിച്ചാലേ അറിയും. അപ്പോൾ 475 ഇത് നമുക്ക് പെയറാക്കണം. 75നെ പെയറാക്കി. ഓക്കെ, 04 ഞാൻ പെയറാക്കി. 4ൻ്റെ അപ്പോൾ ആദ്യത്തെ പെയർ നോക്കുമ്പോൾ 04 ആണ്. 4ൻ്റെ അടുത്ത് വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ എത്ര? 4 വരുന്നുണ്ട്. അതായത് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്തു. അപ്പോൾ ഇത് പ്ലസ് ചെയ്യാം, ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നത്? ഈ 2 + 2 എന്ന് പറയുമ്പോൾ 4. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. ഇവിടെ 4 - 4 എന്ന് പറയുമ്പോൾ 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇറക്കിയിടാം 75. ഓക്കെ, ഈ 75 വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ 4ൻ്റെ ഇപ്പുറത്തുള്ള ഈ വാല്യൂ 1 ആണെങ്കിൽ ഇൻറ്റു 1 കൊടുക്കണം. ഇനി അതല്ല, 4ൻ്റെ അപ്പുറത്തുള്ള വാല്യൂ 2 ആണെങ്കിൽ ഇൻറ്റു 2 കൊടുക്കണം. പക്ഷേ 42 കൊടുത്താൽ എന്താ? 75ന് അപ്പുറത്ത് പോകില്ലേ? കാരണം 40ൻ്റെ 2 ചെയ്താൽ തന്നെ 80 കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അല്ലല്ലോ. അപ്പോൾ ഇവിടെ 41 ഇൻറ്റു 1 എത്രയുടെ വരുന്നത്? 41 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്ലസ് ചെയ്യുക, ഇവിടെ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് 41 + 1 എന്ന് പറയുമ്പോൾ 42. ഇവിടെ നമുക്കൊരു ഡാഷ് കൊടുക്കാം. 75 - 41 എന്ന് പറയുമ്പോൾ എത്രയുടെ ഏകദേശം വരുന്നത്? 34 വരുന്നത്. 34 41 പോലെ. ഇവിടെ ഞാൻ ഈ 21 ഇടാൻ മറന്നില്ലേ? 34-ന് എന്ത് പോകത്തില്ലല്ലോ, 34 42 പോകില്ല. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ 0 എന്ന് വരും. ഈ 0നെ ഞാൻ ഇങ്ങോട്ട് ഇറക്കണം. അപ്പോൾ 3400 എത്ര പോകുന്നുണ്ട് നോക്കാം. 42 427 വെച്ച് ചെയ്യാം. 427 × 7 49, 2 14, 14 18, പിന്നെ 4 എന്ന് പറയുമ്പോൾ 3 21, 4 28, 28 29. സോ 2989 വരുന്നുണ്ട്. അപ്പോൾ 427 × 7. അപ്പോൾ ഏകദേശം വരിക 7. പിന്നെ എങ്ങനെ പോകും? 7.9 7.8 അങ്ങനെയൊക്കെ എന്തോ കൂടെ, അതായത് 21.8 കറക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളെ വാല്യൂ എന്ന് പറഞ്ഞത്. ലോങ് ഡിവിഷൻ മെത്തേഡ് ഇപ്പോൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് ലോങ് ഡിവിഷൻ മെത്തേഡൊക്കെ ഒന്നുകൂടെ കണ്ടാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യന് വേണ്ടി വരുന്നതായിരിക്കും. താങ്ക് യു.